ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഫ്സാന 123. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു ഗാർഡൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഗാർഡനിലോട്ട് ഞാനപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായ കുറേ ഫ്ലവേഴ്സും പിന്നെ വെജിറ്റബിൾസിൻ്റെ ഇതിൻ്റെയൊക്കെയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് തെറ്റിപ്പൂ. ഞാൻ ഓണത്തിനൊക്കെ ഞങ്ങളാണെങ്കിൽ തെറ്റിപ്പൂ എടുത്ത് വെക്കാറുണ്ട്. ഏറ്റവും നല്ല എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തെറ്റിപ്പൂവാണ്. ഇപ്പം മൊട്ടാണ്, ഇനി കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞ് ഇത് പൂവാകും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനിത് കാണിക്കാം. ഇതാണ് കോലാമ്പിപ്പൂ. ഇതിൻ്റെ കളർ യെല്ലോ ആണ്. എൻ്റെ ഞങ്ങളുടെ മറ്റേ വീട്ടിലെ അടുത്ത വീട്ടിലെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ സ്കൂളിൽ പോകുന്ന നേരത്ത് ഞാൻ ഇതെപ്പോഴും വെച്ചുന്ന ഒരു പൂവാണ്. എനിക്കാണെങ്കിൽ ഇതിൻ്റെ മഞ്ഞ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുമായിട്ട് എപ്പോഴും ഇങ്ങനെ പിച്ച് കളിക്കാറുണ്ട്. ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല, പക്ഷേ ഇതിൻ്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എനിക്ക് ഇതിൻ്റെ കളറ് ഇവിടുത്തെ ഉള്ളവരെ പക്ഷെ പിച്ചാനൊന്നും സമ്മതിക്കാറില്ല. കാരണം ഇത് നല്ല ഭംഗിയുള്ളൊരു പൂവാണ്. ഇതാർക്കും പിച്ചാനൊന്നും തോന്നാത്തൊരു പൂവാണ്. പക്ഷേ ഇത് ചിലർക്ക് ഓണത്തിന് ഉപയോഗിക്കാറുണ്ട്. എനിക്കിൻ്റെ പേരറിയില്ല, അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ വീടിന് ഭംഗി തരുന്ന ലീഫ് കണക്കത്തുള്ള കുറേ പ്ലാന്റ്സ് ഞാനിന്ന് കാണിക്കാൻ പോവുകയാണ്. ഇത് നമ്മളുടെ ഗാർഡനിൽ നല്ല ഭംഗി എന്ന പ്ലാന്റാണ്. അത് മാത്രമല്ല, വീട്ടിലൊക്കെ നമുക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക് ചെടിയെ പോലെ വെക്കാനും പറ്റും. പ്ലാസ്റ്റിക്കായിട്ടാണ് കൂടുതലും ഇത് തോന്നുന്നത്. ഫസ്റ്റ് ഞാനും വിചാരിച്ചത് പ്ലാസ്റ്റിക് ആയിരിക്കും. വീട്ടിലൊക്കെ ഭയങ്കര ഭംഗിയും തരുന്നതാണ് ഈ ചെടി. ഇതൊരു ലീഫ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പലതരമുണ്ട് കളറ്. അതിനി നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. ഇതാണ് നല്ല ചെടിയാണ്. അടുത്തത് ഇതിൻ്റെ ഒരു വേറെ ടൈപ്പാണ്. നല്ല രസമുള്ള പച്ച കളർ വെയിൻസൊക്കെ റെഡ് ടൈപ്പായിട്ടുള്ളതാണ്. അകത്ത് ഇങ്ങനെ മറ്റേ കട്ടി ജിഞ്ചറിനെ കണക്കിരിക്കുന്ന ഒരു റൂട്ട്സും ഉണ്ട്. അത് വെട്ടി ഞങ്ങൾ പണ്ടൊക്കെ ജിഞ്ചറാന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ വെട്ടി കളിക്കാറൊക്കെ ഉണ്ട്. ഇതതിൻ്റെ വേറൊരു ടൈപ്പാണ്. ഇത് വലിയൊരു ലീഫായിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഇവിടെ ഈ സൈഡ് നല്ല ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീൻ അകത്ത്, പിന്നെ സാധാ ഒരു ഗ്രീൻ വെയിൻസ് റൂട്ട്സിനും ഉണ്ട്. നമ്മൾ ഇത്രേനത്തിൻ്റെ കണ്ട വേറൊരു ടൈപ്പാണിത്. ഇതെന്ന് പറയുന്നത് മറ്റേതിൻ്റെ കണക്ക് തന്നെ ഡാർക്ക് ഗ്രീനും വരുന്നു, അകത്ത് വൈറ്റാണ്, പിന്നെ നല്ല ഡാർക്ക് വെയിൻസും ഉണ്ട്. നല്ല രസമായിരിക്കും ഇത് കാണാൻ ഇങ്ങനെ നിൽക്കുന്നത്. ഇതൊരു വേറൊരു പ്ലാന്റാണ്. ഇത് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലാന്റാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഒരു ഐശ്വര്യം തോന്നുന്ന ഒരു ടൈപ്പ് പ്ലാന്റാണ്. ഇതാണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഭയങ്കര ഷാർപ്പായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ ബാക്ക് സൈഡ് ഒരു വയലറ്റ് കളറാണ്. നമുക്ക് അധികം പേർക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഇങ്ങനെ ചിലർ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായും കാണാൻ പറ്റും വയലറ്റ് കളർ. നല്ല വള്ളിയൊക്കെ ഉള്ള ഒരു കോഴിത്തോട്ടമാണിത്. ഇതിൽ കുറേ കോവക്കകളുണ്ട്. ആദ്യമേ ഇതൊക്കെ കുറേ കിട്ടിക്കുന്നത്, പക്ഷെ പെട്ടെന്ന് കിളിക്കുന്നൊരു ടൈപ്പാണിത്. ഞങ്ങളാണെങ്കിൽ ഇതെടുത്തിട്ട് പെട്ടെന്ന് കഴിക്കാറൊക്കെ ഉണ്ട്. പിന്നെ ചുമ്മാ വെക്കുമ്പോൾ കോവക്ക എടുത്ത് കഴിക്കാറുണ്ട്. ഇത് ഇവിടെ പിടിച്ച 2 കോവക്കകളാണ്. നല്ല പച്ച കളറുള്ള നല്ല ടേസ്റ്റുള്ള ഒരു കോവക്കയാണ്. കുറച്ച് പ്ലാന്റിങ് ട്രീസൊക്കെ നമുക്ക് കാണാം. നല്ല ഇലയൊക്കെ ഉള്ള. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിച്ചി കളിക്കാറുണ്ട്. നല്ല വെള്ളമൊക്കെ വീണ് നിൽക്കുന്ന. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.